നടിയെ ആക്രമിച്ച കേസ് അട്ടിമറിക്കാൻ തുടക്കം മുതൽ പല കോണുകളിൽ നിന്നും നീക്കങ്ങൾ നടന്നിരുന്നു. 8ാം പ്രതി ദിലീപിനെ രക്ഷിക്കാൻ അന്നത്തെ പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ശ്രമിച്ചതിന്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഹർജികൾ നൽകി വിചാരണ വൈകിപ്പിക്കാനും ദിലീപ് ശ്രമിച്ചു. പ്രതിസന്ധികളെല്ലാം തരണം ചെയ്താണ് പ്രോസിക്യൂഷൻ വിചാരണ നടപടികൾ പൂർത്തീകരിച്ചത്. 8.5 വർഷത്തെ നിയമ നടപടികൾക്ക് ശേഷം തിങ്കളാഴ്ചയാണ് കേസിൽ വിധി പറയുന്നത്. നടിയാക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിനെതിരെ നിരവധി തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും അറസ്റ്റ് വിലക്കാനായിരുന്നു അന്നത്തെ പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ശ്രമിച്ചത്. ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അനുമതി തേടിയാണ് അന്വേഷണ സംഘം ദിലീപിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഈ കാലഘട്ടത്തിൽ ദിലീപും ബെഹ്റയും തമ്മിലുള്ള ചില സംഭാഷണങ്ങൾ ദുരൂഹമാണ്. സുപ്രധാന തെളിവുകൾ ലഭിച്ചിട്ടും ദിലീപിന്റെ അറസ്റ്റ് ഒഴിവാക്കാനായിരുന്നു DGP ആയിരുന്ന ബെഹ്റ ശ്രമിച്ചത്. 2017 ജൂലൈ 10 ദിലീപിനെ കസ്റ്റഡിയിലെടുത്തപ്പോൾ വിട്ടയക്കാനായിരുന്നു നിർദ്ദേശം. ഒടുവിൽ മേൽനോട്ട ചുമതലയുള്ള ക്രൈംബ്രാഞ്ച് മേധാവി B. സന്ധ്യ ദിലീപിന്റെ അറസ്റ്റിന് മുഖ്യമന്ത്രിയുടെ അനുമതി തേടുകയായിരുന്നു. നേരത്തെ ദിലീപിനെ ഒഴിവാക്കി തിരക്കിട്ട് കുറ്റപത്രം സമർപ്പിച്ചതും വിവാദത്തിന് വഴിയൊരുക്കിയിരുന്നു. എല്ലാ പദ്ധതികളും പൊളിഞ്ഞപ്പോഴാണ് ദിലീപും സംഘവും സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചത്. ഇതുവഴി കേസ് അട്ടിമറിക്കാൻ കഴിയുമെന്ന് ഇവർ കണക്കുകൂട്ടി. പീഡന ദൃശ്യങ്ങൾ ഉൾപ്പെടുന്ന മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചതിലും അട്ടിമറി നീക്കം സംശയിക്കുന്നുണ്ട്. മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയതിലൂടെ തെളിവിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യാൻ ദിലീപും സംഘവും ലക്ഷ്യമിട്ടിരുന്നു. പ്രോസിക്യൂഷന്റെ നിർണായക നീക്കങ്ങളിലാണ് ദിലീപിന്റെ ഈ ഗൂഢപദ്ധതികൾ തകർന്നത്. നടിയാക്രമിക്കപ്പെട്ട കേസ് അട്ടിമറിക്കാൻ 8ാം പ്രതി ദിലീപും സംഘവും എല്ലാ വഴികളും തേടിയിരുന്നു. സംസ്ഥാന പോലീസ് മേധാവിയെ മാത്രമല്ല, ന്യായാധിപന്മാരെ പോലും സ്വാധീനിക്കാൻ ശ്രമിച്ചതിന്റെ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. നീതിബോധമുള്ള പോലീസുകാരുടെയും പ്രോസിക്യൂഷന്റെയും ജാഗ്രതയോടെയുള്ള ഇടപെടലിലാണ് ഈ ഗൂഢനീക്കങ്ങൾ പൊളിഞ്ഞുപോയത്. റിപ്പോർട്ടർ R. റോഷിപാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. R. റോഷിപാൽ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് R. റോഷിപാൽ. ഇനി നാളത്തെ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ തിങ്കളാഴ്ച വിധി ദിനമാണ്. എന്താകും ആ വിധിയെന്നറിയാൻ കേരളം കാത്തിരിക്കുകയല്ലേ? സുജയ, 2 പകലിനും 2 രാത്രിക്കും അപ്പുറം നടിയാക്രമിച്ച കേസിൽ കോടതി വിധി പറയും. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. അതിജീവിതയെ പിന്തുണക്കുന്നവരുമെല്ലാം ഒരുപക്ഷെ കേരളം ആകെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അതിജീവിതയ്ക്ക് നീതി ലഭിക്കുമെന്ന്. കാരണം 8 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. 2017 ഫെബ്രുവരി 17 കൊച്ചിയിൽ നടന്ന സംഭവം. ഇത്രയും വിചാരണാ നടപടികൾ നീണ്ടുപോയി. ഇപ്പോഴെങ്കിലും അവൾക്ക് നീതി ലഭിക്കുമെന്ന് കണക്ക് കൂട്ടുന്നു. കേസിൽ 10 പ്രതികളുണ്ട്. 10 പേർക്കും ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് അവളെ പിന്തുണയ്ക്കുന്നവർക്ക് ഒക്കെയുള്ളത്. കാരണം കൃത്യമായ തെളിവുകളൊക്കെ പുറത്തു വന്നു. അതിൽ ഏറ്റവും പ്രധാനമായും പ്രതികൾക്കെതിരെയുള്ള പല തെളിവുകളും പൊതു ഇടങ്ങളിൽ തന്നെ വരികയും അത് വിശദമായ ചർച്ചകൾക്ക് ഇടയാവുകയും ചെയ്തതാണ്. അത്രയും രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന കേസ് കൂടിയാണ് തിങ്കളാഴ്ച വിധി പറയുന്നത്. അങ്ങനെ ക്രൂരമായ പീഡനം, അതിനപ്പുറത്തേക്ക് ആ പീഡന ദൃശ്യങ്ങൾ പോലും അനധികൃതമായി പരിശോധിക്കപ്പെട്ടു. അത് ചോർന്നു എന്നടക്കമുള്ള ആശങ്ക പെൺകുട്ടിക്കുണ്ട്. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായ ആ കേസിന്റെ വിധി പറയുന്ന നാളുകൾക്ക് ഇനി കാത്തിരിപ്പാണ്. മാത്രവുമല്ല, കേസ് അട്ടിമറിക്കാനുള്ള പല നീക്കങ്ങളും പല ഘട്ടങ്ങളിലും നടന്നു. അതൊക്കെ അതിജീവിച്ചാണ് ആ കേസിന്റെ വിചാരണ നടപടികൾ പോലും മുന്നോട്ട് പോയത്. അതിന്റെയൊക്കെ തെളിവുകൾ പലപ്പോഴായി പുറത്തേക്ക് കൊണ്ടുവന്നതും റിപ്പോർട്ടറാണ്. ഇതിൽ ബാലചന്ദ്രകുമാറിന്റെ നിർണായകമായ സാന്നിധ്യമാണ് ഒരുപക്ഷെ കേസിന് ഏറ്റവും കരുത്തായതെന്ന് പ്രോസിക്യൂഷൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തിങ്കളാഴ്ച വിധി പറയുമ്പോൾ അതിജീവിതയ്ക്ക് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് നമുക്കുമുള്ളത്. സുജയ, R. റോഷിപാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. നിർണായക വിധി കാത്തിരിക്കുകയാണ്. നീതി ഉറപ്പാകുമെന്നുള്ള പ്രതീക്ഷയോടെ കേരളം.